അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 5ാം ക്ലാസ് പൊതുപരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും. ഏതായിരുന്നാലും നമുക്ക് 5ാം ക്ലാസ്സിലെ ഓരോ വിഷയങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇന്ന് ഇൻഷാ അല്ലാഹ് അറബിയാണ് നമ്മൾ പഠിക്കുന്നത്. അറബിയിലെ ഒന്നാമത്തെ പാഠം പേജ് നമ്പർ 5 നമുക്ക് കാണാം, അദ്ദുആ. ഇവിടെ ഒരു പദ്യരൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വരികളിൽ അടങ്ങിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു പ്രാർത്ഥന കേൾക്കാം. ويا من له يسجد الأقوياء دعوتك يا من يجيب الدعاء ويا من له يسجد الأقوياء ويا من برحمته يستجيب ليرفع عني الأذى والبلاء لك الحمد وحدك أنت المغيث وأنت المدبر يا ذا البهاء طريقي إليك طريق الوضوح وليس التعرج والالتواء. മാഷാ അല്ലാഹ്, വളരെ ഭംഗിയായിട്ട് ഈ ഒരു പ്രാർത്ഥന അത് ചൊല്ലുന്നത് നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥങ്ങൾ ഒന്ന് നോക്കാം. ഈ വരികളുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ദഅഉതുക യാ മൻ യുജീബുദ്ദുആ. ദഅഉതുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദഅ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു, ദഅഉതു ഞാൻ പ്രാർത്ഥിച്ചു, ദഅഉതുക നിന്നോട്. യാ മൻ യുജീബുദ്ദുആ. യാ എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലെറ്ററാണ് അറബിയിൽ. മൻ എന്ന് പറഞ്ഞാൽ ആര്, യുജീബു ഉത്തരം നൽകുന്നു, അദ്ദുആ പ്രാർത്ഥന. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനെ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വയാ മൻ ലഹു യസ്ജുദുൽ അഖ്വിയ. അതുപോലെ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. യാ മൻ ഒരുവനെ, ലഹു അവന്, യസ്ജുദു സുജൂദ് ചെയ്യുന്നു, അൽ അഖ്വിയ നല്ല ശക്തിയുള്ളവരെല്ലാവരും സുജൂദ് ചെയ്യുന്നത് ആരുടെ മുമ്പിലാണോ അവനെ വിളിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വയാമൻ ബിറഹ്മതിഹി അസ്തജീറു. വയാമൻ ഒരുവനെ, ബിറഹ്മതിഹി അവന്റെ കാരുണ്യം കൊണ്ട്, അസ്തജീറു ഞാൻ അഭയം തേടുന്നു, ഞാൻ രക്ഷ ചോദിക്കുന്നു. അങ്ങനെയുള്ളവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ലിയർഫഅ എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ലിയർഫഅ ഉയർത്താൻ വേണ്ടി, റിമൂവ് ചെയ്യാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടി, അന്നി എന്നിൽ നിന്നും, അൽ അദ പ്രയാസങ്ങൾ, ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും എന്നിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വൽ ബലാ. ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ പ്രയാസത്തിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ലകൽ ഹംദു വഹ്ദക അൻതൽ മുഗീസു. ലകൽ ഹംദു നിനക്കാവുന്നു സ്തുതി. ഹംദ് എന്ന് പറഞ്ഞാൽ പ്രൈസ്, സ്തുതി എന്നാണ് അർത്ഥം. വഹ്ദക നിനക്ക് മാത്രം. സോ ഓൾ ദ പ്രൈസ് ടു യു ഓൺലി. അൻതൽ മുഗീസ് നീയാണ് സഹായിക്കുന്നവൻ. മുഗീസ് എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവൻ എന്നാണ് അർത്ഥം. സോ യു ആർ ദ റെസ്ക്യൂർ, അല്ലെങ്കിൽ യു ആർ ദ വൺ ഹു ഹെൽപ് മീ ഫ്രം ഓൾ ദ ഹാംഫുൾ തിങ്സ്. വഅൻതൽ മുദബ്ബിറു and you are the one who controls everything. എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും നീയാണ്. അതാണ് മുദബ്ബിർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ ദൽ ബഹാ. ബഹാ എന്ന് പറഞ്ഞാൽ ഗ്ലോറി, പ്രഭാവമുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് ഇവിടെയും. ത്വരീഖി ഇലൈക, നിന്നിലേക്കുള്ള എൻ്റെ വഴി. ത്വരീഖി എന്ന് പറഞ്ഞാൽ എൻ്റെ വഴി, മൈ പാത്ത്. ഇലൈക, ടു യു. ത്വരീഖുൽ വുദൂഹി, വളരെ ക്ലാരിറ്റി ഉള്ള, ക്ലിയർ ആയിട്ടുള്ള വഴിയാണ്. വലൈസ തഅറുജു വൽ ഇൽതിവാ, അതല്ലാതെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളവ് തിരിവുള്ള വഴികളൊന്നും അല്ല. നേരെ മറിച്ച് സിറാത്തൽ മുസ്തഖീം, നേരായ വളവും തിരിവൊന്നും ഇല്ലാത്ത വഴിയാണ് നിന്നിലേക്കുള്ള വഴി. വയാ റബ്ബി, എൻ്റെ റബ്ബേ, സഹിൽ, മേക്ക് ഇറ്റ് ഈസി, എളുപ്പമാക്കി തരണേ. ഇലയ്യ, എനിക്ക്, അത്വരീഖ്, ഈ വഴി എനിക്ക് നീ എളുപ്പമാക്കി തരണമേ. ത്വരീഖൽ ഉലൂമി വ ത്വരീഖൽ ജിനാൻ. ത്വരീഖൽ ഉലൂം, അറിവിലേക്കുള്ള വഴി. ത്വരീഖൽ ജിനാൻ, അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, അറിവിന്റെ വഴി ആരെങ്കിലും സ്വീകരിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വഴി അഥവാ അറിവിലേക്കുള്ള വഴി, അതുമൂലം സ്വർഗത്തിലേക്കുമുള്ള എൻ്റെ വഴി നീ എളുപ്പമാക്കി തരണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ അർത്ഥം ഉള്ള ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ 5ാം ക്ലാസ്സിലെ അറബി പഠനം ആരംഭിക്കുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 6 നമുക്ക് ചില എക്സസൈസുകൾ അവിടെ കാണാം. ഒന്നാമത്തെ എക്സസൈസ് അവിടെ ഹെഡിങ് ആയിട്ട് തന്നിട്ടുള്ള എന്താണ്? തദ്രീബാത്ത് എന്നാണ്. തദ്രീബാത്ത് എന്ന് പറഞ്ഞാൽ എക്സസൈസുകൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഫസ്റ്റത്തത് നുറദ്ദിദു വ നഹ്ഫദു. നുറദ്ദിദു എന്ന് പറഞ്ഞാൽ വി റിപ്പീറ്റ്, വ നഹ്ഫദു ആൻഡ് വി മെമ്മറൈസ്. നമുക്ക് ഈ പദ്യം അത് വീണ്ടും വീണ്ടും ചൊല്ലി കാണാതെ പഠിക്കാം എന്നാണ് പറയുന്നത്. بعد إنشادي وفهمي الدعاء استطعت حفظ بعض الأبيات. ഈ പദ്യം, ഈ പോയം അത് വീണ്ടും 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 ചൊല്ലി അതെനിക്ക് മനസ്സിലായി. അങ്ങനെ ഇസ്തതഅതു, I could حفظ بعض الأبيات, I could memorize some of the lines from this poem. അദഉ അലാമത, ഞാൻ അടയാളം ഇടുന്നു. I put the sign of true അമാമ മിഖ്ദാർ അബിയാത്തി അല്ലതി ഇസ്തതഅതു ഹിഫ്ളഹ. എനിക്ക് ഹിഫ്ളാക്കാൻ സാധിച്ച ലൈനുകളുടെ എണ്ണം അത് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? താഴെ ടിക്ക് ഇടുക. ഓക്കെ, ഇപ്പൊ ബൈത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീട് എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ ലൈൻ എന്ന അർത്ഥവും ബൈത്തുൻ എന്നുള്ളതാണ്. അഥവാ പോയംസിലെ വരികളെ ഉദ്ദേശിച്ചുകൊണ്ട് ബൈത്ത് എന്ന പദം ഉപയോഗിക്കും. ബൈത്താനി എന്ന് പറഞ്ഞാൽ 2 ലൈൻസ്, സലാസതു അബിയാത്തിൻ, അർബഅതു അബിയാത്തിൻ, ഖംസതു അബിയാത്തിൻ. അപ്പൊ നിങ്ങൾ എത്ര ലൈൻസ് ആണ് ഇതിൽ നിന്ന് ഹിഫ്ളാക്കിയത് അത് ഇവിടെ ടിക്ക് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ എക്സസൈസ് നക്തശിഫുൽ അബിയാത്ത് അബിയാത്തിൽ മുനാസിബതി ലിത്തസ്രീഹാത്തി താലിയ. താഴെ തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ആ 3 സ്റ്റേറ്റ്മെന്റുകളുടെയും അർത്ഥം ലഭിക്കുന്ന ബൈത്ത് അഥവാ ലൈന് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനയായിട്ടുള്ള ആ ഒരു പദ്യത്തിൽ ഉണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്താനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അല്ലാഹു മുദബ്ബിറുൽ ഉമൂരി. അല്ലാഹു സുബ്ഹാനഹു തആല ഈസ് ദ വൺ ഹു കൺട്രോൾസ് എവ്രിതിങ്. ഈ അർത്ഥം വരുന്ന ലൈന് ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ഒരു പദ്യത്തിലുണ്ട്. ഏതാണത്? വ അൻതൽ മുദബ്ബിറു യാദൽ ബഹാ എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥം വരുന്ന ലൈനാണ്. അപ്പൊ അതാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, യസ്ജുദു ലില്ലാഹിൽ അഖ്വിയാഉ. നല്ല ശക്തിയുള്ളവരൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ അർത്ഥം വരുന്ന ലൈൻ ഏതാണ്? വയാമൻ ലഹു യസ്ജുദുൽ അഖ്വിയാഉ എന്ന ലൈനാണ് അതിന്റെ ഉത്തരം. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അല്ലാഹു യുജീബു ദുആ. അല്ലാഹ് ലിസൺസ് ടു ദ സപ്ലിക്കേഷൻസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കുന്നു. അല്ലാഹ് ആൻസേഴ്സ് ടു ദ സപ്ലിക്കേഷൻസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു എന്നാണ് പറയുന്നത്. ആ അർത്ഥത്തിലുള്ള ലൈൻ ഏതാണ്? ഒന്നാമത്തെ ലൈൻ തന്നെയാണ്. ദഅഉതുക യാ മൻ യുജീബു ദുആ. പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവരെ നിന്നെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ലൈനാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ്, നുകമ്മിലുൽ കലിമാത്തി നാഖിസ. കംപ്ലീറ്റ് ദ ലൈൻസ് വിത്ത് ലാക്കിംഗ്
വേർഡ്സ്, അവിടെ കുറവുള്ള വേർഡ്സ് കൊണ്ടുവന്ന് എഴുതിയിട്ട് ഈ ലൈൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഒന്നാമത്തെ ലക്കൽ ഹംദു വഹ്ദക അൻതൽ മുഗീസു, അതുപോലെ തന്നെ വ അൻതൽ മുദബ്ബിറു യാ ദൽ ബഹാ എന്നാണ്. അടുത്ത രണ്ടാമത്തെ ദഅഉതുക യാ മൻ ഡാഷ്, ഇവിടെ എന്താ വരണ്ടേ? യാ മൻ യുജീബു ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ എന്നാണ് അർത്ഥം. വയാ മൻ ഡാഷ് അൽ അഖ്വിയാ വയാ മൻ യസ്ജുദു ലഹുൽ അഖ്വിയാ എന്നാണ് അവിടെ വരേണ്ടത്. ഓക്കെ, സോറി, യാ മൻ ലഹു യസ്ജുദുൽ അഖ്വിയാ. അടുത്ത് വയാ മൻ ബിറഹ്മതിഹി, ബിറഹ്മതിഹി എന്ന വേർഡാണ് മിസ്സിംഗ്. അവിടെ ബിറഹ്മതിഹി എന്ന് എഴുതുക. വയാ മൻ ബിറഹ്മതിഹി അസ്തജീറു ലിയർഫഅ അന്നി അൽ അദാ വൽ ബലാ, എന്നിൽ നിന്ന് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരാൻ വേണ്ടി. അപ്പൊ അവിടെ എഴുതേണ്ടത് ലി യർഫഅ എന്നാണ്. സോ ഇതാണ് എക്സസൈസുകൾ. ഇനി അവസാനത്തെ പേജിൽ അൽ മുഅജം, അവിടെ കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട്. മുഅജം എന്ന് പറഞ്ഞ ഡിക്ഷണറി എന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. അതിന് ട്രാൻസ്ലേഷൻ, അതിന് മീനിങ്ങും അവിടെ തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇനി അജാബ യുജീബു എന്നാണ് ഒന്നാമത്തെ, ഉത്തരം നൽകി എന്നാണ് അതിന്റെ അർത്ഥം. അജാബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകിയത് പാസ്റ്റ് ടെൻസ് ആണ്. യുജീബു എന്നുള്ളതിന്റെ പ്രസന്റ് ടെൻസ് ആണ്, അൽ ഫിഅലുൽ മുദാരി. പിന്നെ അതിന് അർത്ഥം വരിക ഉത്തരം നൽകുന്നു എന്നാണ്. ഖവിയുൻ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവൻ, അഖ്വിയാഉ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവർ, അതിന്റെ പ്ലൂരൽ ഫോമാണ് അഖ്വിയാഉ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചോദ്യം ചിലപ്പോൾ എക്സാമിൽ വരും. ഖവിയുൻ എന്നുള്ളതിന്റെ പ്ലൂരൽ ഫോം ജംഅ് എന്താണ് എന്ന്. പ്ലൂരൽ എന്നുള്ളതിന് അറബിയിൽ ജംഉൻ എന്നാണ് പറയാം. അപ്പോൾ സിംഗുലർ എന്നുള്ളതിന് എന്താ പറയാ? സിംഗുലർ എന്നുള്ളതിന് മുഫ്രദുൻ എന്നാണ് അറബിയിൽ പറയാം. അപ്പൊ ഏകവചനം എന്നുള്ളതിന് മുഫ്രദുൻ എന്നും ബഹുവചനം അഥവാ പ്ലൂരൽ എന്നുള്ളതിന് ജംഉൻ എന്നുമാണ് പറയുക. അപ്പൊ ഖവിയുൻ എന്ന മുഫ്രദായിട്ടുള്ള ഏകവചനമായിട്ടുള്ള പദത്തിന്റെ ബഹുവചനമാണ്, പ്ലൂരലാണ് എന്ത്? അഖ്വിയാഉ എന്ന പദം. ഓക്കെ, അടുത്ത ഇസ്തജാറ. ഇസ്തജാറ എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ്, അതിന്റെ പ്രസന്റ് ടെൻസ് ആണ് യസ്തജീറു, അഥവാ അഭയം തേടി, അഭയം തേടുന്നു. അടുത്തത് അൽ അദ. അദ എന്ന് പറഞ്ഞാൽ ഉപദ്രവം എന്നാണ് അർത്ഥം, ഹാമായിട്ടുള്ള കാര്യങ്ങൾ. അൽ ബലാ എന്നാണ് അടുത്തത്, പരീക്ഷണം. അടുത്ത് അഗാസ യുഗീസു മുഗീസുൻ. അഗാസ എന്ന് പറഞ്ഞാൽ സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു. യുഗീസു ഹെൽപ്പ് ചെയ്യുന്നു. മുഗീസുൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്പർ അഥവാ ഹെൽപ്പ് ചെയ്യുന്നവൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത്. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമ്മെ സഹായിക്കുന്ന റബ്ബ് എന്നർത്ഥം. ബഹാഉൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലോറി, പ്രഭാവം അല്ലെങ്കിൽ തേജസ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അടുത്ത തഅറജ യതഅറജു തഅറുജുൻ. തഅറജ എന്ന് പറഞ്ഞാൽ വളഞ്ഞു എന്നാണ് അർത്ഥം. യതഅറജു വളയുന്നു. തഅറുജുൻ എന്ന് പറഞ്ഞാൽ വളവ്, ട്വിസ്റ്റ് എന്ന് അർത്ഥം അതിന് വരും. ഓക്കെ, ഇൽതവ യൽതവി ഇൽതിവാഉൻ. ഇൽതവ എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിഞ്ഞു വരിക. യൽതവി എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയുന്നു, അതിന്റെ പ്രസന്റ് ടെൻസ് ആണ്. ഇൽതിവാ എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയൽ എന്നർത്ഥം. അപ്പൊ ചുറ്റിത്തിരിയൽ, അതുപോലെ വളവും തിരിവും പിന്നെ ഇറക്കും കയറ്റും ഒന്നും ഇല്ലാത്ത സ്ട്രൈറ്റ് ആയിട്ടുള്ള വേ ആണ് അതിലേക്കുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള വഴി. അതുകൊണ്ടാണ് നമ്മൾ സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ എല്ലാ ദിവസവും നമ്മൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാറുള്ളത്. ഓക്കെ, അവസാനത്തെ തസ്രീഹുൻ. തസ്രീഹുൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അർത്ഥം, പ്രസ്താവന. അതിന്റെ ബഹുവചനമാണ് തസ്രീഹാതുൻ എന്നുള്ളത്. തസ്രീഹുൻ എന്നുള്ളത് മുഫ്രദ് ഏകവചനം, തസ്രീഹാതുൻ എന്നുള്ളത് ബഹുവചനം, അതിന്റെ പ്ലൂരലും ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം. ഇനി ഈ പാഠത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ മലയാളം ട്രാൻസ്ലേഷനും ആവശ്യമുള്ളവർ ഞാൻ അതും ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടാമത്തെ ലെസണുമായിട്ട് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായിട്ടുള്ള അറിവ് കരസ്ഥമാക്കാൻ, നല്ല രൂപത്തിൽ പഠിക്കാൻ, എക്സാമിന് നല്ല രൂപത്തിൽ സ്കോർ ചെയ്യാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലാ റസൂലിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.